ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പുതിയ ചാപ്റ്ററാണ് ഇത്, ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ. നമുക്കറിയാം, നമുക്ക് നീറ്റിന് നോക്കുകയാണെങ്കിൽ ഒരു 1 to 2 ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് പ്രതീക്ഷിക്കാടാ? ഈ ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാം. അത്യാവശ്യം ഒരു കൺസെപ്റ്റും ഇക്വേഷൻസും ഒക്കെ അറിയാമെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും. നമുക്ക് അതിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 1. Which of the following statement is correct regarding the gravitational force? തന്നിട്ടുള്ളതിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ റിഗാർഡ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതെന്ന ക്വസ്റ്റ്യൻ. നോക്കി, ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ഡിപ്പെൻഡ് ഓൺ ദ ഇന്റർവെനിങ് മീഡിയം. അത് കറക്റ്റ് ആണോ? അല്ല. എന്താണ്? ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ആണ് അല്ലേ? ഏതൊരു മീഡിയത്തിൽ കൊണ്ടുവച്ചാലും എന്ത് ചെയ്യില്ല, ഗ്രാവിറ്റേഷൻ ആ മീഡിയത്തെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. ഇനി സെക്കൻഡ് ഓപ്ഷൻ നോക്കി, ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് എ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. ആണോ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ത് ഫോഴ്സ് ആണ്? കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. അത് എന്ത് ചെയ്യുന്നു? അതിന്റെ പാത്തിനെ എന്ത് ചെയ്യുന്നില്ലടാ? ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പൊ അത് എന്താണ്? കൺസർവേറ്റീവ് ഫോഴ്സിന് എക്സാമ്പിൾ ആണ്. ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഫോംസ് ആക്ഷൻ റിയാക്ഷൻ പെയർ. അത് കറക്റ്റ് അല്ലേ? കാരണം എന്താ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ എന്ത് ചെയ്യുന്നു? ഒബേ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ത് ഫോം ചെയ്യും? ആക്ഷൻ റിയാക്ഷൻ പെയർ ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാ? ഓപ്ഷൻ സി അല്ലേ? സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി. ഇനി ഡി നോക്കി, ഇത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് എ നോൺ സെൻട്രൽ ഫോഴ്സ്. അത് തെറ്റല്ലേ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്താടാ? സെൻട്രൽ ഫോഴ്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 2. Two identical spheres, each of mass m and radius r, are separated by a distance എത്രയാ? 10 r. അതായത് രണ്ട് ഐഡന്റിക്കൽ സ്ഫിയർ ഉണ്ട്. ഇവിടെ ഒരു സ്ഫിയർ ഉണ്ട്, ഇവിടെ ഒരു സ്ഫിയർ ഉണ്ട്. ഈ രണ്ട് സ്ഫിയേഴ്സിന്റെ മാസ് എത്രയാ? m ആണ്. ഇതിന്റെ റേഡിയസ് എത്രയാ? r ആണ്. ഇതിന്റെ റേഡിയസ് എത്രയാ? r ആണ്. ഇവർ തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാ? ഇവർ തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 10 r ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഡിസ്റ്റൻസ്. The gravitational force on mass m placed at the midpoint of the line joining the centers of the sphere. അതായത് ഇവരുടെ സെന്റേഴ്സ് ജോയിൻ ചെയ്യുന്ന മിഡ് പോയിന്റിൽ, ലൈൻ ജോയിൻ ചെയ്യുന്ന ഈ മിഡ് പോയിന്റിൽ എന്ത് കൊണ്ടുവയ്ക്കാം? ഒരു കുഞ്ഞു മാസ് എമ്മിനെ കൊണ്ടുവയ്ക്കാം. എങ്കിൽ അതിലുണ്ടാവുന്ന ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എത്രയായിരിക്കും എന്ന ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഈ പോയിന്റ് ഏതാന്ന് എടുക്കാം? നമുക്ക് പി ആയിട്ട് എടുക്കാം. ആ പിയിലാണ് കുഞ്ഞെമ്മിനെ കൊണ്ടുവയ്ക്കുന്നത്. അപ്പൊ ഈ കുഞ്ഞെമ്മും ഈ വലിയ എമ്മും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തുവാ? ഇത് മിഡ് പോയിന്റിലായതുകൊണ്ട് ഇത് എത്രയായിരിക്കും? 10 r പകുതി ആയിരിക്കും, 5 r ആയിരിക്കും. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് 10 r പകുതി ആയിരിക്കും. അത് എത്രയായിരിക്കും? 5 r ആയിരിക്കും. ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഈ ഒരു സ്ഫിയറിനെ എ എന്നും ഈ സ്ഫിയറിനെ ബി എന്നും വിളിക്കാം. അപ്പൊ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓൺ mass m due to sphere ഏതാ? എ കൊണ്ടുണ്ടാകുന്നത്. അപ്പൊ ഡ്യൂ ടു സ്ഫിയർ എ എന്ന് ഏതാ? അതിന് നമുക്ക് എന്തായിട്ട് എടുക്കാം? F1 ആയിട്ട് എടുക്കാം. F1 ഈസിക്കൽ ടു എന്ത് ഇക്വേഷൻ? Gm1 m2/r². അപ്പൊ ഇവിടെ Gm1 എത്രയാ? ക്യാപിറ്റൽ എം ആണ്. മറ്റേത് എന്തുവാ? കുഞ്ഞമ്മല്ലേ? ഇതിന്റെ എം എത്രയാ? കുഞ്ഞമ്മാണ്. അപ്പൊ m ഡിവൈഡഡ് ബൈ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാ? 5r. അപ്പൊ 5r². ഓക്കെ അല്ലേ? ഓക്കെ. ഈ ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും ഇടാ? ഈ ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടായിരിക്കും അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ കൊടുക്കാം? ഇത് O എന്നും ഇത് O' എന്നും കൊടുത്താൽ എല്ലാം PO എന്ന് കൊടുക്കാം. എല്ലാം എന്ത് കൊടുക്കാം? PO എന്ന് കൊടുക്കാം. ഓക്കെ അല്ലേ? ഇനി ഇത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓൺ മാസ് കുഞ്ഞമ്മ ഡ്യൂ ടു ഏത് സ്ഫിയറാ? ബി എന്ന് പറയുന്ന സ്ഫിയർ. ഡ്യൂ ടു സ്ഫിയർ ബി. അതും എത്ര വരും? F2 ഈസിക്കൽ ടു Gmm ഡിവൈഡഡ് ബൈ രണ്ട് മാസം എന്താ? ക്യാപിറ്റൽ എം കുഞ്ഞമ്മ. അവർ തമ്മിൽ ഡിസ്റ്റൻസ് 5r ദ ഹോൾ സ്ക്വയർ. അത് എങ്ങോട്ടായിരിക്കും ഡയറക്ഷൻ? എലോങ് ഇവിടുന്ന് ഇങ്ങോട്ടല്ലേ? അപ്പൊ PO' എന്ന് കൊടുക്കാം. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഒരു ഫോഴ്സ് ഇങ്ങോട്ട്, മറ്റേ ഫോഴ്സ് F1 ഇങ്ങോട്ട്, F2 ഇങ്ങോട്ട്. അപ്പൊ നെറ്റ് ഫോഴ്സ് F എന്ന് പറയുന്നത് എന്തായിരിക്കും ഇടാ? ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുന്നതായിരിക്കും. നമുക്കറിയാം F1 - F2 ആയിരിക്കും. രണ്ടും ആന്റി പാരലൽ, അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് സൈഡിലായതുകൊണ്ട് F1 - F2 ആയിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഇവിടെ F1 - F2 എടുക്കുമ്പോൾ എന്ത് വരും? Gmm/5r² - Gmm/5r² എന്ന് വരും. അപ്പൊ അത് എത്ര കിട്ടും? രണ്ട് സെയിം വാല്യൂ. അത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 0 എന്ന് കിട്ടും. സോ അവിടുത്തെ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും ഇടാ? ഓപ്ഷൻ എ 0 ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 3. Consider two solid spheres of radii r1 equal to 1 meter and r2 equal to 2 meter and masses m1 and m2 respectively.
The gravitational field due to sphere 1 and 2 are shown. The value of m1 by m2 is. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫീൽഡിന്റെ സ്ഫിയർ 1 കൊണ്ടുണ്ടാവുന്നത് സ്ഫിയർ 2 കൊണ്ടുണ്ടാവുന്നതിനുള്ള ഗ്രാവിറ്റേഷണൽ ഫീൽഡിന്റെ എന്ത് തന്നിട്ടുണ്ട്? ഗ്രാഫ് തന്നിട്ടുണ്ടല്ലോ. അവിടെ നമുക്ക് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എത്ര എന്ന് പറഞ്ഞൂടെ? ഇതാണ് 1. ഈ 1ന്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എത്രയാണ്? 2 ആണ് അല്ലേ? അപ്പൊ നമുക്ക് എഴുതാം, എങ്ങനെ എഴുതാം? E1 = 2 എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ഇത് 2ൻ്റെതാ. അതിന്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എത്ര തന്നിട്ടുണ്ട്? 3 ആണെന്ന് ഫീൽഡ് തന്നിട്ടുണ്ട്. അപ്പൊ E2 = എത്രയെന്ന് എഴുതാടാ? 3 എന്ന് എഴുതാം. ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇനി E1 = 2 ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫീൽഡിന്റെ ഇക്വേഷൻ എന്തുവാ? Gm1 അല്ലെങ്കിൽ Gm/r² ആണ്. അപ്പൊ ഇവിടെ m1 കൊണ്ടുള്ള ആളുടെ Gm1 അതിന്റെ റേഡിയസ് എത്ര? r1² എന്ന് വരും. ഓക്കെ അല്ലേ? ഇനി ഇതേപോലെ E2 = എന്തെന്ന് വരും? Gm2 എന്തെന്ന് വരുവാടാ? r2² എന്ന് വരും. ഓക്കെ അല്ലേ? Gm2 r2² എന്ന് വരും. ഇനി പറഞ്ഞേ E1 = 2 Gm1 r1 എത്രയാന്ന് നമുക്കറിയാലോ. റേഡിയസ് 1ന്റെ എത്രയാ? 1. അപ്പൊ 1². E2 = 3 Gm2 r2 എത്രയാടാ? 2 അല്ലേ? അപ്പൊ 2ന്റെ സ്ക്വയർ എത്ര വരും? 4 എന്ന് വരും. ഇനി നമുക്ക് 2/3 = ഇത് രണ്ടിനെ എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്ത് 1 ഇത് 2 ആണെങ്കിൽ 1/2 എടുക്കാം. അപ്പൊ 2/3 ഈ 2 G എന്ത് ചെയ്യും? ക്യാൻസൽ ആയി പോവും. m1/1 ഇൻറ്റു എന്തെന്ന് കിട്ടും? 4/m2 എന്ന് കിട്ടും അല്ലേ? അപ്പൊ എനിക്ക് 2/3 = 4m1 എന്തെന്ന് വരുവാടാ? m2 എന്ന് വരും. ഈ 4ഉം 2ടെ വെട്ടി ഇവിടെ 2 കിട്ടും. അപ്പൊ ഇവിടുന്ന് m1/m2 = എത്രയെന്ന് കിട്ടുവാടാ? 1/6 എന്നിട്ട് ഈ 2 ഡിവൈഡ് ചെയ്യുമ്പോൾ 1/6 എന്ന് കിട്ടും. അപ്പൊ m1/m2ന്റെ വാല്യൂ അല്ലേ ചോദിച്ചിട്ടുള്ള? എത്ര കിട്ടും? 1/6. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 4. Two point masses A and B having masses in the ratio 4:3 are separated by a distance of 1 meter. രണ്ട് പോയിന്റ് മാസസ് ആണ് എയും ബിയും എന്ന് പറയുന്നത്. അവരുടെ മാസസിന്റെ റേഷ്യോ എത്രയാന്ന് തന്നിട്ടുണ്ട്? 4:3 ആന്ന് തന്നിട്ടുണ്ട്. അതായത് ഇത് മാസ് ഓഫ് എ എന്ന് എടുക്കാം, മറ്റത് മാസ് ഓഫ് ബി എന്ന് എടുത്താൽ എങ്ങനെ പറയാം? എനിക്ക് MA/MB എന്ന് പറയുന്നത് എത്രയാന്ന് തന്നിട്ടുണ്ട്? 4/3 ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി അവരെ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. എത്രയാ? 1 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെയാണ് മാസ് ഓഫ് എ ഇരിക്കുന്നത്, ഇവിടെയാണ് മാസ് ഓഫ് ബി ഇരിക്കുന്നത്. ഇവര് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാന്ന് പറഞ്ഞിട്ടുള്ള? 1 മീറ്റർ. ഇത് എത്രയാണ്? 1 മീറ്റർ. ഇനി എന്ത് ക്വസ്റ്റ്യൻ? When another point mass C of mass M is placed in between A and B. ഞാൻ സി എന്ന് പറയുന്ന ഒരു മാസിനെ കൊണ്ട് എവിടെ വെക്കുക? എം എയുടെയും എം ബിയുടെ ഇടയ്ക്ക് കൊണ്ടുവയ്ക്കുക. അതായത് ഇവിടെ ഞാൻ കൊണ്ടുവച്ചു സി എന്ന് പറയുന്ന ഒരു പോയിന്റ്. അതിന്റെ മാസ് എത്രയാന്ന് തന്നിട്ടുണ്ട്? എം ആണെന്ന് തന്നിട്ടുണ്ട്. അതിന്റെ മാസ് എത്രയാ? എം ആണെന്ന് തന്നിട്ടുണ്ട്. എങ്കിൽ ദ ഫോഴ്സ് ബിറ്റ്വീൻ എ ആൻഡ് ബി, എ ആൻഡ് സി ഈസ്, അതായത് ഇതാണ് എ ഇതാണ് ബി. അപ്പൊ എയും സിയും തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? ബിയും സിയും തമ്മിലുള്ള ഫോഴ്സിന്റെ 1/3 ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? FAC is equal to 1/3 force of FBC. Then the distance of C from A is. എങ്കിൽ സിയും എയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് ചോദ്യം. അതായത് ഈ ഒരു ഡിസ്റ്റൻസ് എത്രയാണെന്ന ക്വസ്റ്റ്യൻ അല്ലേ? ഞാൻ എങ്ങനെ എടുക്കണം? ഈ സിയും എയും തമ്മിൽ ഡിസ്റ്റൻസ് അല്ലേ ക്വസ്റ്റ്യൻ. ആ ഡിസ്റ്റൻസ് ഞാൻ എക്സ് ആയിട്ട് എടുക്കുക. എത്രയായിട്ട് എടുക്കുകടാ? എക്സ് ആയിട്ട് എടുക്കുക. അപ്പൊ ഈ ഡിസ്റ്റൻസ് എക്സ് ആണ്. അപ്പൊ ഈ സിയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? മൊത്തത്തിൽ 1 അല്ലേ? ഇത് എത്രയായിരിക്കും? 1 - x ആയിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി എനിക്ക് എന്തറിയാം? MA/MB = 4/3 ആണെന്ന് അറിയാം. ഇനി ഫോഴ്സ് ബിറ്റ്വീൻ എന്തുവാണ്? എ ആൻഡ് സി എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? FAC is equal to GMA അല്ലേ? MA ഇൻറ്റു മറ്റേ മാസ് അത് M അല്ലേ? CM ഡിവൈഡഡ് ബൈ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാ? x². ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ഫോഴ്സ് ബിറ്റ്വീൻ ആരൊക്കെയാ? ബി സി ഉള്ള രണ്ടാമത്തെ കേസ്. BNC = FBC is equal to GMB ഇൻറ്റു M ഡിവൈഡഡ് ബൈ എക്സിന്റെ സ്ഥാനത്ത് എന്തിട്ട് കൊടുക്കാടാ? 1 - x എന്നിട്ട് കൊടുക്കാം. 1 - xന്റെ സ്ക്വയർ. ഓക്കെ അല്ലേ? ഇനി പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ട് FAC എന്ന് പറയുന്നത് 1/3 FBC ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് എഴുതാം ഫോഴ്സ് ഓഫ് AC is equal to 1/3 ഫോഴ്സ് ഓഫ് BC. ഓക്കെ അല്ലേ? അപ്പം FAC എന്ന് പറഞ്ഞാൽ GMA M ഡിവൈഡഡ് ബൈ x² is equal to 1/3 ഇൻറ്റു GMB M ഡിവൈഡഡ് ബൈ
1 മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ. ഇവിടുന്ന് ഈ ജിയും വെട്ടിക്കളയാം, എമ്മും എന്ത് ചെയ്യടാ വെട്ടിക്കളയാം. അപ്പൊ എം എ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 1/3 ഇൻറ്റു എം ബി ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഇങ്ങനെ വന്നോ? വന്നു. ഇവിടുന്ന് എം ബി ഇപ്പുറത്ത് കൊണ്ടുവന്ന എം എ ഡിവൈഡഡ് ബൈ എം ബി ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 1 മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. എം എ ബൈ എം ബിയുടെ വാല്യൂ തന്നിട്ടുണ്ടോ? 4/3 ആണ്. അപ്പൊ 4/3 ഈക്വൽ ടു എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 1 മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഈ 3 എന്ത് ചെയ്യാൻ വെട്ടിക്കളയാം. അപ്പൊ എനിക്ക് എന്ത് കിട്ടുവടാ? 4 ഈക്വൽ ടു എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് വരത്തില്ലേ? വരും. ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ രണ്ടിടത്ത് എന്തെടുക്കാം? സ്ക്വയർ റൂട്ട് എടുക്കാൻ പറ്റുന്ന സംഖ്യകളാണെന്ന് മനസ്സിലായി. അപ്പൊ രണ്ടിടത്ത് സ്ക്വയർ റൂട്ട് എടുത്താൽ 4ന്റെ സ്ക്വയർ റൂട്ട് എത്രയാ? 2 ഈക്വൽ ടു എക്സ് സ്ക്വയറിന്റെ ആകുമ്പോൾ എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് ദി ഹോൾ സ്ക്വയർ ആകുമ്പോൾ 1 മൈനസ് എക്സ്. ദാറ്റ് ഈസ് ഇത് ഇനി ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 മൈനസ് 2x ഈസ് ഈക്വൽ ടു എക്സ് വരും. 2 ഈക്വൽ ടു എന്ത് വരും ഇവിടെ? 3x എന്ന് വരും. അവിടുന്ന് എക്സ് ഈക്വൽ ടു എത്ര കിട്ടും ഇവിടെ? 2/3 മീറ്റർ എന്ന് കിട്ടും. അപ്പൊ എക്സ് അല്ലായിരുന്നു നമുക്ക് വേണ്ടുന്നത്, എ സിയും തമ്മിൽ ഡിസ്റ്റൻസ് എക്സ് ആയിട്ടാണ് നമ്മൾ എടുത്തത്. ആ എക്സ് എത്രയെന്ന് കിട്ടി? 2/3 മീറ്റർ എന്ന് കിട്ടി. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ, 2/3 മീറ്റർ. ഓക്കെ അല്ലേ? Okay, next question. Question number 5. Which one of the following plots represents the variation of gravitational field F on a particle with a distance r due to a thin spherical shell of radius r? Gravitational field F ആയിട്ട് എടുത്താൽ അതും പിന്നെ എന്താ ഡിസ്റ്റൻസ് r ആയിട്ട് എടുത്താൽ അവർ തമ്മിലുള്ള എന്താണ് ഗ്രാഫ്, സ്ഫെറിക്കൽ ഷെല്ലിന്റെ കേസിലുള്ള ഗ്രാഫ് എങ്ങനെയാണെന്ന ചോദ്യം. ഒരു ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഡ്യൂ ടു എ തിൻ സ്ഫെറിക്കൽ ഷെൽ എന്ന് പറയുന്നത് ഇൻസൈഡ് ദ ഷെല്ലാവുമ്പോൾ എന്താണ്? ഷെല്ലിന്റെ അകത്താവുമ്പോൾ, ഇൻസൈഡ് ദ ഷെല്ലാവുമ്പോൾ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. അപ്പൊ എഫ് എന്താവും? 0 ആയിട്ട് മാറും. ഇവിടെ ഗ്രാവിറ്റേഷണൽ ഫീൽഡാണ് എഫ് ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പൊ എഫ് എന്താ? 0 ആണ്. അപ്പൊ ഇൻസൈഡിൽ എന്തില്ല? ഗ്രാവിറ്റേഷണൽ ഫീൽഡേ ഇല്ല. അപ്പോഴേ നമുക്ക് ആൻസർ കിട്ടി. ഇവിടെ 0 ആയിട്ടുള്ള ഏതാ? ഈ ബി മാത്രം ഫിഗറാ. ഇനി സർഫസ് ഓഫ് ദ ഷെല്ലിൽ എങ്ങനെയായിരിക്കും? സർഫസ് ഓഫ് ദ ഷെല്ലില് എങ്ങനെയായിരിക്കും ഇടാ? എഫ് ഈസ് ഈക്വൽ ടു ജി എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ആയിരിക്കും അല്ലെ. ആർ ഈക്വൽ ടു ആർ ആണ് സർഫസിൽ, ആർ ഈക്വൽ ടു ആർ വരുമ്പോൾ ആർ സ്ക്വയർ വരും. അതായത് ഇവിടെ ഏറ്റവും എന്തായിരിക്കും? കോൺസ്റ്റന്റിൽ ഇങ്ങനെ ആറിന് ഈക്വൽ ഇതായിരിക്കും. ഓക്കെ അല്ലേ? ഇനി എന്തുവാ? ഔട്ട്സൈഡ് ദ ഷെൽ, ഷെല്ലിന് പുറത്ത്. ഔട്ട്സൈഡ് ദ ഷെൽ എന്ന് പറഞ്ഞാൽ എന്തുവാ? ഗ്രേറ്റർ ദാൻ ആർ. ആർ എന്തിനേക്കാളും വലുതാകുമ്പോൾ? സർഫസ് റേഡിയസിനേക്കാളും വലുതാകുമ്പോൾ. അപ്പൊ എങ്ങനെയായിരിക്കും? എഫ് ഈസ് ഈക്വൽ ടു ജി എം ഡിവൈഡഡ് ബൈ കുഞ്ഞാറിന്റെ സ്ക്വയർ, ആ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ ആയിരിക്കും. അപ്പൊ അതെന്ത് വരും? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ സ്ക്വയർ വരുമ്പോൾ അതെന്ത് വരും? ഇങ്ങനെ ഷേപ്പ് വരും. അപ്പൊ ആൻസർ ചെയ്താ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 6. റേഡിയസ് ഓഫ് എർത്ത് ഈസ് 6400 കിലോമീറ്റർ. എർത്തിന്റെ റേഡിയസ് എത്രയാന്ന് തന്നിട്ടുണ്ട്? 6400 കിലോമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഓഫ് മാർസ് ഈസ് 3200 കിലോമീറ്റർ. മാർസിന്റെ റേഡിയസും തന്നിട്ടുണ്ട് എത്രയാ? 3200 കിലോമീറ്റർ. മാസ് ഓഫ് മാർസ് ഈസ് 0.1 ദാറ്റ് ഓഫ് എർത്ത് മാസ്. അതായത് മാർസിന്റെ മാസ് എന്ന് പറയുന്നത് മാസ് ഓഫ് മാർസ് എന്ന് പറയുന്നത് എം എന്ന് എടുക്കാം. എം ഓഫ് എം ഈക്വൽ ടു 0.1 ദാറ്റ് ഓഫ് എർത്ത് മാസ്. 0.1 ടൈംസ് ആരുടെ മാസിനേക്കാളും കൂടുതലാണ്? എർത്തിന്റെ മാസിനേക്കാളും. എർത്തിന്റെ മാസ് ഓഫ് ഇ എന്ന് എടുത്താൽ മാർസിന്റെ മാസ് എം എന്ന് പറയുന്നത് 0.1 എന്തിന് ഈക്വല? എം ഇക്ക് ഈക്വല. അത് നമുക്ക് തന്നിട്ടുണ്ട്. Then the acceleration due to gravity on Mars is general. അതായത് ആരുടേതാ? മാർസ് എന്ന് പറയുന്ന പ്ലാനറ്റിന്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി GM ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലേ? നമ്മുടെ ഇക്വേഷൻ എന്തോ പറഞ്ഞേ? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G ഈസ് ഈക്വൽ ടു GM ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ അല്ലേടാ? അതെ. ഇനി എർത്തിന്റെ കേസിലാകുമ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓഫ് എർത്ത് GE ഈസ് ഈക്വൽ ടു എനിക്ക് എങ്ങനെ എഴുതാം? GME ഡിവൈഡഡ് ബൈ ആർ ഇയുടെ സ്ക്വയർ എന്ന് എഴുതാം. ഇതുപോലെ മാർസിന്റെ എഴുതുവാണെങ്കിലോ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓഫ് മാർസ് അതായത് GM ഈസ് ഈക്വൽ ടു GM ഓഫ് എം മാസ് അതായത് മാർസിന്റെ മാസ് ഡിവൈഡഡ് ബൈ റേഡിയസ് ഓഫ് മാർസിന്റെ റേഡിയസിന്റെ സ്ക്വയർ. ഇങ്ങനെ വരത്തില്ലേ? വരും. ഇത് ഇക്വേഷൻ നമ്പർ 1 എന്നും ഇത് ഇക്വേഷൻ നമ്പർ 2 എന്നും എടുക്കാം. അപ്പൊ 1/2 എടുത്ത് നോക്കാം. 1/2 എടുക്കുമ്പോൾ എങ്ങനെ വരുവാടാ? GE ഡിവൈഡഡ് ബൈ GM ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും? ME ഡിവൈഡഡ് ബൈ MM ഇൻറ്റു RM സ്ക്വയർ ഡിവൈഡഡ് ബൈ
ആർ ഇ സ്ക്വയർ എന്ന് വരും അല്ലേ? ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇവിടെ നിന്ന് ഇത് തിരിച്ചെഴുതിയ ജി എം ബൈ ജി ഇ ഈസ് ഇക്വൽ ടു എം എം ബൈ എം ഇ ഇൻറ്റു ആർ ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ എം സ്ക്വയർ. ഇവിടെ നിന്ന് ജി എം ഈസ് ഈക്വൽ ടു അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്ത് കിട്ടും? ജി ഇ ഇൻറ്റു എം എം ഡിവൈഡഡ് ബൈ എം ഇ ഇൻറ്റു ആർ ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ എം സ്ക്വയർ. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് ജി ഇയുടെ വാല്യൂ അറിയാം. നമുക്കറിയാം എർത്തിന്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്രയാ? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അത് നമുക്കറിയാം. എം എം എന്ന് പറയുന്നത് എന്താണെന്ന് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. 0.1 ME ആണെന്ന് തന്നിട്ടുണ്ട്. അതും നമുക്കറിയാം. ആർ ഇയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 6400 ആണെന്ന്. ആർ എമ്മിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 3200 ആണെന്ന്. ഇനി നമുക്ക് വാല്യൂ ഇട്ട് കൊടുക്കാലോ. ദാറ്റ് ഈസ് ജി എം ഈസ് ഈക്വൽ ടു 9.8 ഇൻറ്റു എം എം ഡിവൈഡഡ് ബൈ എം എമ്മിന് 0.1 ME എന്ന് കൊടുക്കാം. അപ്പൊ 0.1 ME ഡിവൈഡഡ് ബൈ ME ഇൻറ്റു ആർ ഇയുടേത് 6400 ബൈ മറ്റെത്ര 3200 ഇൻറ്റു സ്ക്വയർ. ഓക്കെ അല്ലേ? ഓക്കെ. 9.8 ഇൻറ്റു ഇത് എത്ര ഇട്ടോടാ? ഇതും വെട്ടിപ്പോയിട്ട് ഇവിടെ 0.1 വരും. ഇൻറ്റു ഇത് രണ്ടും കൂടെ വെട്ടുമ്പോൾ 2 വരും. 2ന്റെ സ്ക്വയർ എത്രയാ? 4. അപ്പൊ എത്ര കിട്ടും? 9.8 ഇൻറ്റു 0.4 എന്ന് വരും. 9.8 ഇൻറ്റു 0.4 എന്ന് പറഞ്ഞാൽ അത് എത്രയാടാ? നമുക്കറിയാം എറൗണ്ട് അത് എത്ര കിട്ടും? 4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. അപ്പൊ നമ്മുടെ ആൻസർ ഏതാ? ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 7. ഇത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G and density of the earth rho are related by which of the following relation? അതായത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജിയും എർത്തിന്റെ ഡെൻസിറ്റി ആയിട്ടുള്ള റോയും തമ്മിലുള്ള റിലേഷൻ. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓഫ് എർത്തിന്റെ ഇക്വേഷൻ എന്താ? നമുക്കറിയാം G ഈസ് ഈക്വൽ ടു G മാസ് ഓഫ് എർത്ത് ഡിവൈഡഡ് ബൈ റേഡിയസ് ഓഫ് എർത്തിന്റെ സ്ക്വയർ. ഓക്കെ അല്ലേ? ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്തുവാടാ? ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ഡിവൈഡ് ബൈ വോളിയം അല്ലേ? അപ്പൊ റോ ആണ് ഇവിടെ ഡെൻസിറ്റി എന്ന് കൊടുത്തത്. അപ്പൊ റോ ഈസ് ഈക്വൽ ടു മാസിനെ എനിക്ക് എം ഇ എന്ന് തന്നെ എഴുതാം ഡിവൈഡഡ് ബൈ വോളിയം എന്താ? എർത്ത് എന്ന് പറയുന്നത് എന്തുവാ? ഒരു സ്പിയർ ആണ്. സ്പിയറിന്റെ വോളിയം എന്തുവാ? 4/3 പൈ ആർ ക്യൂബ്. അപ്പൊ എന്ത് വരും? 4/3 പൈ ആർ ഇയുടെ ക്യൂബ് എന്ന് വരും. അപ്പൊ എന്ത് കിട്ടി? റോ ഈക്വൽ ടു എം ഇ ഡിവൈഡ് ബൈ 4/3 പൈ ആർ ഇ ക്യൂബ് എന്ന് കിട്ടി അല്ലേ? ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാടാ? റോ ഈക്വൽ ടു എം ഇ 3ME ഡിവൈഡ് ബൈ 4 പൈ ആർ ഇയുടെ ക്യൂബ് എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ഓക്കെ. ഇതിനെ നമുക്ക് ഇനി എവിടെ കൊണ്ട് ഇട്ട് കൊടുക്കാം? ഇതിനെ നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റില്ല. ഇവിടുന്ന് എം ഇ നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. എം ഇ ഈസിക്കൽ ടു എന്തെന്ന് വരും? 4 പൈ ആർ ഇ ക്യൂബ് ഇൻറ്റു റോ ഡിവൈഡഡ് ബൈ 3 എന്ന് കിട്ടും അല്ലേ? ഈ ഇക്വേഷനെ കൊണ്ട് എവിടെ ഇട്ട് കൊടുക്കാം? ഈ ഇവിടെ കൊണ്ടിട്ട് കൊടുക്കാം. അപ്പൊ ജി ഈസിക്കൽ ടു ജി ഇൻറ്റു 4/3 പൈ ആർ ഇ ക്യൂബ് ഇൻറ്റു റോ ഡിവൈഡഡ് ബൈ എന്ത് വരും? ആർ ഇ സ്ക്വയർ എന്ന് വരും. ഇവിടുത്തെ ആർ ഇ സ്ക്വയറും ഇവിടുത്തെ ആർ ഇ ക്യൂബിടെ വിട്ടുമ്പോൾ ഇവിടെ ഒരു ആർ ഇ വരും. അപ്പൊ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി ഈസ് ഈക്വൽ ടു 4/3 ജി പൈ ആർ ഇ ഇൻറ്റു റോ എന്ന് വരും. അല്ലെങ്കിൽ റോ ഈസ് ഈക്വൽ ടു 3 എന്ത് വരും? ജി ഡിവൈഡഡ് ബൈ ഇവിടുന്ന് 3G ഡിവൈഡഡ് ബൈ 4 പൈ ജി ആർ ഇ എന്ന് വരും. ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ടോടാ? ഉണ്ട്. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഈ റിലേഷൻ എന്ത് ചെയ്യണോടാ? ഓർത്തിരിക്കണേ. ഇക്വേഷൻ ബുക്കിലൊക്കെ എഴുതി വെക്കണം കേട്ടോ. ഈ റിലേഷൻ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് ഇക്വേഷൻ എന്ത് ചെയ്യണം? ഇക്വേഷൻ ബുക്കിലൊക്കെ എഴുതി നോട്ട് ചെയ്യണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 8. ഇത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ദ പോൾസ് ആൻഡ് ദി ഇക്വേറ്റർ ഈസ് GP and GE respectively. If the earth is a sphere of radius RE and rotating about its axis with angular speed omega, GP minus GE is given by. നമുക്കറിയാലോ അതായത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഒരു പ്ലേസിലെ ലാറ്റിറ്റ്യൂഡ് ലാംഡ ഒക്കെ ആണെങ്കിൽ റൊട്ടേഷൻ എർത്തിന്റെ റൊട്ടേഷൻ അനുസരിച്ച് അതിന്റെ വേരിയേഷൻ എങ്ങനെ എഴുതിയത്? G dash is equal to G minus RE അതായത് റേഡിയസ് ഓഫ് എർത്ത് ഒമേഗ സ്ക്വയർ കോസ് സ്ക്വയർ ലാംഡ. ഇക്വേഷൻ ഓർമ്മയുണ്ടല്ലോ? ഉണ്ട്. ഇക്വേറ്ററിലാവുമ്പോൾ ലാംഡ എന്തായിരിക്കും? അറ്റ് ഇക്വേറ്ററില് ലാംഡ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 0 ആയിരിക്കും. അപ്പൊ കോസ് സ്ക്വയർ ലാംഡ എന്ത് വരും? 1 വരും. കോസ് 0 1. അപ്പൊ കോസ് സ്ക്വയർ ലാംഡ എന്ത് വരും? 1 വരും. അവിടെ നമുക്ക് ജി ഡാഷ് ഈസിക്കൽ ടു എങ്ങനെ എഴുതാം? ജി മൈനസ് ആർ ഇ ഒമേഗ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ അല്ലേ? പോൾസിലാവുമ്പോഴോ പറഞ്ഞേ? അറ്റ് പോൾസിൽ ലാംഡ എത്രയായിരിക്കും മക്കളെ? 90 ഡിഗ്രി ആയിരിക്കും. കോസ് 90 എത്രയാ? 0യാ.
അപ്പൊ cos സ്ക്വയർ ലാംഡ ഇവിടെ എത്ര വരും? 0 വരും. അപ്പൊ g ഡാഷ് ഈസ് ഈക്വൽ ടു എന്ത് വരും? g മൈനസ് അതെല്ലാം എന്ത് ചെയ്യും? 0 ആയി പോകും. ഓക്കെ അല്ലേ? ഈ g ഡാഷ് എന്തുവാ? ge. ഈ g ഡാഷ് എന്തുവാ? gp. നമുക്ക് എന്തോ കണ്ടുപിടിക്കണ്ടേ? gp മൈനസ് g. അപ്പോൾ എങ്ങനെ എഴുതാം? gp g മൈനസ് ge എന്തുവാ? g മൈനസ് re ഒമേഗ സ്ക്വയർ ഈക്വൽ ടു g മൈനസ് g പ്ലസ് r, ഇവിടെ എല്ലാം ക്യാപിറ്റൽ ഇ അല്ലേ, നമുക്ക് ക്യാപിറ്റൽ ഇട്ട് കൊടുക്കാം, ഒമേഗ സ്ക്വയർ. ഈ ജിയും ജിയും വെട്ടിപ്പോ എത്ര കിട്ടുവാടാ? ഒമേഗ സ്ക്വയർ r എന്ന് കിട്ടും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 9. A body hanging from a spring stretches it by 1 centimeter at the earth's surface. How much will the same body stretch the spring at a place 1600 kilometer above the earth's surface is? അപ്പോൾ എന്ത് നമ്മൾ കണ്ടുപിടിക്കേണ്ട? ഒരു ബോഡി ഹാങ് ചെയ്യുന്നുണ്ട്, അത് എത്ര സെന്റിമീറ്റർ സ്ട്രെച്ച് ചെയ്തു? 1 സെന്റിമീറ്റർ സ്ട്രെച്ച് ചെയ്തു. എവിടെ വെച്ച്? എർത്തിന്റെ സർഫസിൽ വെച്ച് ഹാങ് ചെയ്യുന്നെങ്കിൽ അത് എത്ര സെന്റിമീറ്റർ സ്ട്രെച്ച് ചെയ്തേന്ന് തന്നിട്ടുണ്ട്? 1 സെന്റിമീറ്റർ ആണ് സ്ട്രെച്ച് ചെയ്തേന്ന് തന്നിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യൻ എന്തുവാ? എർത്തിന്റെ സർഫസിൽ നിന്ന് 1600 കിലോമീറ്റർ എബോവിൽ വെച്ച് ആ ബോഡി ഹാങ് ചെയ്യുന്നെങ്കിൽ എന്തുമാത്രം അത് സ്ട്രെച്ച് ചെയ്യും? അപ്പോൾ ഉള്ള എക്സ്ഡാഷ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ അല്ലേ? ഇത് നമ്മൾ എങ്ങനെ ചെയ്യും? അറ്റ് ഇക്വിലിബ്രിയം കേസിലാവുമ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ഇക്വിലിബ്രിയത്തിൽ അത് ഇരിക്കുന്നെങ്കിൽ അറ്റ് ഇക്വിലിബ്രിയം ഈ ബോഡിയുടെ വെയിറ്റ് ഓഫ് ദ ബോഡി എന്തിന് ഈക്വലാവും? ഈസ് ഈക്വൽ ടു ദ ആ ഒരു സ്ട്രെച്ച് ചെയ്ത ഫോഴ്സ്, സ്ട്രെച്ചിങ് ഫോഴ്സിന് ഈക്വലാവും. ഇക്വിലിബ്രിയത്തിലാവുമ്പോൾ എന്താവൂടാ? വെയിറ്റ് ഓഫ് ദി ബോഡി ഈസ് ഈക്വൽ ടു ദ സ്ട്രെച്ചിങ് ഫോഴ്സ് എന്നാവും. ഓക്കെ അല്ലേ? ഇനി എർത്തിന്റെ സർഫസിൽ വെക്കുമ്പോഴോ? അറ്റ് ദ എർത്ത് സർഫസ് ആകുമ്പോൾ അതിലെ ഫസ്റ്റ് കേസ് അറ്റ് ദ എർത്ത് സർഫസിൽ അവിടുത്തെ മാസ് എം ആയിട്ട് എടുക്കാം. അപ്പം എന്താ ബോഡിയുടെ മാസ് മാറുന്നില്ല, എം ഇൻറ്റു അവിടുത്തെ ഗ്രാവിറ്റി എത്രയാ? ജി ആയിട്ട് എടുക്കാം. എം ജി ഈക്വൽ ടു എന്തെന്ന് വരും? കെ ഇൻറ്റു എക്സ് എന്ന് വരും. അതാണ് ഫസ്റ്റ് സ്ട്രെച്ച് ചെയ്ത എന്താ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി അറ്റ് ഹൈറ്റ് എച്ചിലാവുമ്പോഴോ? അറ്റ് ഹൈറ്റ് എച്ച് ഫ്രം എർത്ത് സർഫസ് ആകുമ്പോൾ അവിടെ എന്ത് ചെയ്യും? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മാറും. കാരണം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്തിനനുസരിച്ചൊക്കെ മാറും? എർത്തിന്റെ റൊട്ടേഷൻ അനുസരിച്ച് മാറും, അതുപോലെ തന്നെ ഡെപ്തിനനുസരിച്ച് മാറും, ഹൈറ്റിനനുസരിച്ച് മാറും. ഇവിടെ ഒരു ഹൈറ്റ് വന്നില്ലേ? അപ്പൊ എം ഇൻറ്റു ജി ഡാഷ് ഈക്വൽ ടു എന്ത് വരും? കെ എക്സ് ഡാഷ് എന്ന് വരും. ഇതിനകത്ത് ഈ എക്സ് ഡാഷ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ എന്ത് ചെയ്യാം? നമ്പർ 1 എന്നും നമ്പർ 2 എന്നും കൊടുക്കാം. ഇത് നമുക്ക് എന്ത് ചെയ്യാം? 1/2 എടുത്ത് നോക്കാം. അപ്പൊ 1/2 എടുത്ത് നോക്കുമ്പോൾ എങ്ങനെ വരുവാടാ? ജി ബൈ ജി ഡാഷ് ഈക്വൽ ടു എം രണ്ടിടത്തും ക്യാൻസൽ ആവും, ഈക്വൽ ടു എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഡാഷ് എന്ന് വരും. ഓക്കെ അല്ലേ? ഇനി ഈ ജിയും ജി ഡാഷിനെ എനിക്ക് റേഡിയസിന്റെ ടേംസിൽ എഴുതിക്കൂടെ? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി ഈക്വൽ ടു എന്തെന്ന് പറയാം? ജി എം ബൈ ആർ സ്ക്വയർ എന്ന് പറയാം. ഓക്കെ അല്ലേ? അപ്പൊ ഒരു ഹൈറ്റ് എച്ചിലാവുമ്പോൾ ജി ഡാഷ് ഈക്വൽ ടു എന്തെന്ന് പറയാം? ജി എം ബൈ ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ എന്ന് പറയാം. പറഞ്ഞൂടെ? പറയാം. അപ്പൊ ഇവിടെ എഴുതുമ്പോൾ അപ്പൊ ജി എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസിന്റെ സ്ക്വയർ അല്ലേ? അപ്പൊ ജി ബൈ ജി ഡാഷ് ഈക്വൽ ടു എക്സ് ബൈ എക്സ് ഡാഷ് ഈക്വൽ ടു എന്ന് പറയാം. ഇത് തിരിച്ചെഴുതാം. ജി ഡാഷ് ആവുമ്പോൾ ഉള്ളത് എന്ത് ചെയ്യും? ആർ പ്ലസ് എച്ച് സ്ക്വയർ മുകളിൽ പോകും. അപ്പൊ ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ജി ആകുമ്പോൾ ആർ സ്ക്വയർ താഴെ വരും. കാരണം അത് റേഡിയസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് ഡിസ്റ്റൻസ്. അപ്പൊ എന്ത് വരും? ജി ബൈ ജി ഡാഷ് ഈക്വൽ ടു എക്സ് ബൈ എക്സ് ഡാഷ് ഈക്വൽ ടു ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്ന് വരും. നമുക്ക് എന്തോ കണ്ടുപിടിക്കേണ്ടത്? എക്സ് ഡാഷ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കാം. എക്സ് ഡാഷ് ബൈ എക്സ് ഈക്വൽ ടു എന്ത് വരുവാടാ? ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഓക്കെ അല്ലേ? ഇനി ആർ എന്ന് പറയുന്നത് എത്രയാണ്? റേഡിയസ് ഓഫ് എർത്ത് 6400 ആണ്. അപ്പൊ 6400 ഡിവൈഡഡ് ബൈ എക്സ് ഡാഷ് ബൈ എക്സ് ഈക്വൽ ടു 6400 ഡിവൈഡ് ബൈ ഇത് എത്ര കിട്ടും? 6400 പ്ലസ് 1600 എത്ര കിട്ടുവാടാ? 8000 എന്ന് കിട്ടും. അപ്പൊ 8000 ദ ഹോൾ സ്ക്വയർ എന്ന് വരും അല്ലെ? രണ്ടിടത്ത് സ്ക്വയർ ഉണ്ട്. ഇതും ക്യാൻസൽ ആയിക്കളയാം. 64/18 എത്ര വരും? ഇവിടെ വെട്ടിക്കളഞ്ഞ ഇത് 32 ഇട്ട് ഇത് 40 ഇട്ട് പിന്നെ വെട്ടിയാലോ 16 20 എന്ന് കിട്ടും. ഇത് പിന്നെ വെട്ടിയ 8 10 എന്ന് കിട്ടും. പിന്നെ വെട്ടിയ 4 5 എന്ന് കിട്ടും. അപ്പൊ എക്സ് ഡാഷ് ബൈ എക്സ് ഈക്വൽ ടു എത്ര കിട്ടും? 4/5 ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ദാറ്റ് ഈസ് എക്സ് ഡാഷ് ബൈ എക്സ് ഈക്വൽ ടു എത്ര കിട്ടും? 4 സ്ക്വയർ എത്ര? 16 ഡിവൈഡഡ് ബൈ 25 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇവിടുന്ന് എക്സ് ഡാഷ് ഈക്വൽ ടു എനിക്ക് എങ്ങനെ എഴുതാം? 16/25 ഇൻറ്റു എക്സ്. ദാറ്റ് ഈസ് 16/25 ഇൻറ്റു എക്സ് എത്രയാടാ? 1 സെന്റിമീറ്റർ അല്ലേ? നമുക്ക് ആൻസർ 1 സെന്റിമീറ്ററിലായതുകൊണ്ട് തന്നെ ഇവിടെ 1 സെന്റിമീറ്റർ എന്ന് ഇട്ടു കൊടുക്കാം.
ഇത് എത്ര കിട്ടും? 16/25 into 1. അതായത് 16/25 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 0.64 സെന്റിമീറ്റർ എന്ന് കിട്ടും. അപ്പൊ ആൻസർ ചെയ്ത ഒരു ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? 0.64 സെന്റിമീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 10. A particle of mass m is situated at the center of a spherical shell of same mass and radius r. The gravitational potential at a point situated at r/2 distance from the center will be. അപ്പോൾ ഒരു പാർട്ടിക്കിൾ ഉണ്ട്, അതിന്റെ മാസ് എം ആണ്. അത് എന്ത് ചെയ്യാണ്? ഒരു സ്പെറിക്കൽ ഷെല്ലിന്റെ സെന്ററിൽ സിറ്റുവേറ്റ് ചെയ്തിരിക്കുകയാണ്. ആ സ്പെറിക്കൽ ഷെല്ലിന്റെ മാസ് എത്രയാ? എം തന്നെയാണ്. ആ സ്പെറിക്കൽ ഷെല്ലിന്റെ റേഡിയസ് എത്ര തന്നിട്ടുണ്ട്? r തന്നിട്ടുണ്ട്. നമുക്ക് എന്തോ കണ്ടുപിടിക്കേണ്ടത്? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് സിറ്റുവേറ്റഡ് അറ്റ് r/2 ഡിസ്റ്റൻസ് ഫ്രം ദ സെന്റർ വിൽ ബി. അപ്പൊ ഇതൊരു സ്പെറിക്കൽ ഷെല്ല്, ഇതിന്റെ റേഡിയസ് r. ഇനി കണ്ടുപിടിക്കേണ്ടത് ഈ സെന്ററിൽ നിന്ന് r/2 ഡിസ്റ്റൻസ് ഇവിടെ ഇരിക്കുക, ഒരു പോയിന്റ് പി. ഈ പിയിൽ ഉണ്ടാവുന്ന എന്താണ്? ടോട്ടൽ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ആണെന്ന് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഞാൻ എങ്ങനെ എഴുതോടാ? ആദ്യം ഈ പോയിന്റ് പിക്ക് എന്തുകൊണ്ടുണ്ടാവുന്നത്? ഇവിടെ ഇരിക്കുന്ന ഈ പാർട്ടിക്കിൾ, ഈ സിറ്റുവേറ്റ് ഈ നടുക്കൊരു പാർട്ടിക്കിൾ ഉണ്ടല്ലോ മാസ് എം ഉള്ള, ആ പാർട്ടിക്കിൾ കൊണ്ട് ഈ പിയിൽ എന്തുണ്ടാവും? ഒരു ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഉണ്ടാവും. അതിന്റെ ഇക്വേഷൻ അതെയാണ്. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ at a point P, gravitational potential at a point P due to particle, ഈ പാർട്ടിക്കിൾ എനിക്ക് O എന്ന് കൊടുക്കാം. ഡ്യൂ ടു പാർട്ടിക്കിൾ, ഈ പോയിന്റ് O, അപ്പൊ ഡ്യൂ ടു പാർട്ടിക്കിൾ അറ്റ് O, അത് എത്ര കിട്ടും? V1 is equal to minus gm by, അവിടുത്തെ ഡിസ്റ്റൻസ് എത്ര? ഈ പാർട്ടിക്കിൾ ഇത് തമ്മിലുള്ള r/2, അപ്പൊ മൈനസ് gm by r/2 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇനി ഒരു സ്പെറിക്കൽ ഷെല്ലിലല്ലേ ഇരിക്കുന്ന ഈ പോയിന്റ് പി. ആ സ്പെറിക്കൽ ഷെല്ല് കൊണ്ട് ഈ പോയിന്റ് പിയിൽ എന്തുണ്ടാവും? ഒരു ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഉണ്ടാവും. അപ്പൊ സെക്കൻഡ് ഇക്വേഷൻ എന്തുമായിരിക്കും? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ അറ്റ് പോയിന്റ് പി ഡ്യൂ ടു സ്പെറിക്കൽ ഷെൽ ഈസ്, സ്പെറിക്കൽ ഷെൽ കൊണ്ട് പിയിൽ ഉണ്ടാകുന്ന ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ അത് എത്ര കിട്ടും? V2 is equal to minus gm divided by എന്തെന്ന് വരും? r. ആ സ്പെറിക്കൽ ഷെല്ലിന്റെ റേഡിയസ് എത്രയാ? r എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പൊ ടോട്ടൽ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ അറ്റ് പോയിന്റ് പി ഈസ്, ടോട്ടൽ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ അറ്റ് പോയിന്റ് പി എത്ര വരും? ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ പോരെ? എന്ത് ചെയ്യണം? V is equal to V1 plus V2 എടുത്താൽ മതി. ദാറ്റ് ഈസ് V1 എത്രയാ? മൈനസ് gm by r/2 പ്ലസ് എന്ത് വരും? മൈനസ് gm by r. ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാടാ? മൈനസ് gm ഡിവൈഡഡ് ബൈ r, ഈ 2 ഇങ്ങ് മുകളിൽ, അപ്പൊ മൈനസ് 2gm by r മൈനസ് gm by r എന്ന് വരും. പ്ലസ് മൈനസ് ചേർന്ന് ഇത് എത്ര കിട്ടും? മൈനസ് 3gm by r എന്ന് കിട്ടും. അപ്പൊ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. മൈനസ് 3gm by r. ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 11. The change in potential energy when a body of mass m is raised to a height nRe from Earth's surface is. അതായത് ഒരു ബോഡി എന്ത് ചെയ്യാം? എർത്തിന്റെ സർഫസിൽ നിന്ന് nRe ഹൈറ്റിലോട്ട്, n ടൈംസ് ദ റേഡിയസ് ഓഫ് എർത്ത് ഹൈറ്റിലോട്ട് എന്ത് ചെയ്യാം? ഒരു ബോഡി എന്ത് ചെയ്യുക? റേസ് ചെയ്യുവാണ്. അങ്ങനെ റേസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലേ? അപ്പൊ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ആ എർത്തിന്റെ സർഫസിലായിരുന്നപ്പോൾ ഉള്ള പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കണം. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി അറ്റ് എ പോയിന്റ് എന്താണ്? എർത്തിന്റെ സർഫസിലായിരുന്നപ്പോ, ഓൺ ദ എർത്ത് സർഫസ്. അത് എത്ര കിട്ടും പറഞ്ഞേ? യു ഡാഷ് ഈസിക്കൽ ടു, അല്ലെങ്കിൽ U1 ഈസിക്കൽ ടു മൈനസ് GME. ഈ ME എന്ന് പറയുന്നത് എന്തോ? മാസ് ഓഫ് എർത്ത് ഇൻറ്റു എന്ത് വരും? മറ്റതിന്റെ മാസ്, ആ ബോഡിയുടെ. അപ്പം ഇൻറ്റു M ഡിവൈഡഡ് ബൈ, അപ്പോൾ ഉള്ള റേഡിയസ് അതിന് ഈക്വൽ ആവത്തില്ല ആ ഡിസ്റ്റൻസിന്, എർത്തിന്റെ സർഫസ് ആകുമ്പോ. അപ്പൊ റേഡിയസ് ഓഫ് എർത്ത് RE എന്ന് വരും. ഓക്കെ അല്ലേ? ഇനി അറ്റേ ഹൈറ്റ് h ആവുമ്പോ എന്ത് വരും? ടോട്ടൽ ഡിസ്റ്റൻസ് R ഈസിക്കൽ ടു എന്തെന്ന് എഴുതാം? RE പ്ലസ് H എന്ന് എഴുതാം. ഇവിടെ H എന്ന് പറയുന്നത് എന്താണ്? n ടൈംസ് RE ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ RE പ്ലസ്
എന്ത് വരും? NRE എന്ന് വരും. ഓക്കെ അല്ലേ? ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? N+1 into RE എന്ന് എഴുതാം. N+1 into radius of earth. അപ്പോൾ ഉള്ള പൊട്ടൻഷ്യൽ എനർജി എത്രയാ? U2 is equal to minus GME M divided by N+1 RE എന്ന് വരും. ഓക്കെ അല്ലേ? ഇതിൽ ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇനി എനിക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിച്ചാൽ മതി. ദാറ്റ് ഈസ് ഡെൽറ്റ U is equal to U2 minus U1 എടുത്താൽ മതി. U2 എന്തുവാ? മൈനസ് GME M ഡിവൈഡഡ് ബൈ N+1 RE മൈനസ് എന്ത് വരും? മൈനസ് GME M ഡിവൈഡഡ് ബൈ RE എന്ന് വരും. ഓക്കെ അല്ലേ? ഇത് രണ്ടും കൂടെ ചേർന്ന് ഇവിടെ എന്താ ഇവിടെ പ്ലസ് ആവും. ഇനി എനിക്ക് ഇവിടുന്ന് എന്ത് കോമൺ എടുക്കാം? GME M ഡിവൈഡ് ബൈ RE കോമൺ എടുത്തൂടെ? അപ്പൊ GME മാസ് ഓഫ് എർത്ത് ഇൻറ്റു മാസ് ഡിവൈഡഡ് ബൈ RE കോമൺ എടുത്താൽ അകത്ത് എന്ത് വരും? പറഞ്ഞേ. 1 മൈനസ് എന്ത് വരും? 1/n+1 എന്ന് വരും. ഓക്കെ അല്ലേ? ഇത് ചെയ്യുമ്പോ എന്ത് വരും എടാ? GME M ഡിവൈഡഡ് ബൈ RE ഇൻറ്റു N+1 മൈനസ് 1 അതെന്താവും? 1ഉം -1ഉം ക്യാൻസൽ ആയിട്ട് N ഡിവൈഡഡ് ബൈ N+1 എന്ന് വരും. ഓക്കെ അല്ലേ? ഇനി ഇത് നോക്കിക്കേടാ. GME ബൈ RE ഇൻറ്റു M ഇൻറ്റു N/n+1. നമ്മൾ ഓപ്ഷനിൽ നോക്കുകയാണെങ്കിൽ അവിടെ എങ്ങും എന്തില്ല? ക്യാപിറ്റൽ G ഒന്നും ഇല്ല. കുഞ്ഞ് G ആ കൊടുക്കുന്നത്. ക്യാപിറ്റൽ എമ്മും ഇല്ല, ക്യാപിറ്റൽ ജിയും ഇല്ല. കുഞ്ഞ് എമ്മും കുഞ്ഞ് G ഒക്കെ ഉള്ളൂ. അപ്പൊ നമുക്ക് മനസ്സിലായി ഈ GM/RE എന്തിന്റെ ടേംസിലാക്കണം? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുഞ്ഞ് ജിയുടെ ടേംസിലാക്കണം. അപ്പൊ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G എന്ന് പറയുന്നത് എന്തുവാ? GM/r² അല്ലേ? അപ്പൊ എനിക്ക് ഇവിടെ ഒരു RE സ്ക്വയർ വരണം. ഈ രണ്ടിടത്ത് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഒരു RE കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണോടാ? ഒരു RE കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പൊ ഇവിടെ നിന്ന് ഈ GM/RE സ്ക്വയർ വരൂലേ? ഇതിന് എനിക്ക് എന്തിട്ട് കൊടുക്കാം? G എന്ന് ഇട്ട് കൊടുക്കാം. അപ്പൊ കുഞ്ഞ് G ഇൻറ്റു M ഇൻറ്റു RE ഇൻറ്റു എന്തെന്ന് വരുവാടാ? N ഡിവൈഡഡ് ബൈ N+1 എന്ന് വരും. അല്ലെങ്കിൽ ഇതിനെ ഓർഡറിൽ എഴുതി എങ്ങനെ എഴുതാം? MGRE ഇൻറ്റു എന്ത് വരും? N ഡിവൈഡഡ് ബൈ N+1. അപ്പൊ ആൻസർ ഏത് വരും? ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. MGRE ഡിവൈഡ് ബൈ ഇൻറ്റു N/n+1. ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 12. മാച്ച് ദ കോളം 1 വിത്ത് കോളം 2 ഫോർ എ സാറ്റലൈറ്റ് ഇൻ സർക്കുലർ ഓർബിറ്റ്. ഒരു സർക്കുലർ ഓർബിറ്റിൽ കറങ്ങുന്ന സാറ്റലൈറ്റിന്റെ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ടോട്ടൽ എനർജിയും ഓർബിറ്റൽ വെലോസിറ്റിയും ആ ഇക്വേഷൻസും തമ്മിൽ മാച്ച് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഒരു സർക്കുലർ ഓർബിറ്റിൽ കറങ്ങുന്ന കൈനറ്റിക് എനർജിയുടെ അതായത് സാറ്റലൈറ്റിന്റെ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്ത് വരുവാടാ? GMEM ഡിവൈഡഡ് ബൈ 2R എന്ന് വരും അല്ലെ? കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താ? GMEM ഡിവൈഡഡ് ബൈ 2R എന്ന് വരും. അപ്പൊ A എന്തിന് ഈക്വൽ ആവും? എസിന് ഈക്വൽ ആവും. A എന്തിന് ഈക്വൽ ആവും? എസിന് ഈക്വൽ ആവും. ഇനി പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്താ വരുന്നത്? പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു മൈനസ് GMEM ഡിവൈഡഡ് ബൈ R എന്ന് വരും അല്ലെ? അപ്പൊ ഇവിടെ പൊട്ടൻഷ്യൽ എനർജി എന്തിന് ഈക്വൽ ആവും? Rന് ഈക്വൽ ആവും. ഇനി അടുത്ത് എന്താ പറഞ്ഞിട്ടുള്ളത്? ടോട്ടൽ എനർജി. ടോട്ടൽ എനർജി എന്ന് പറയുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ മതി. അപ്പൊ എത്ര വരും? മൈനസ് GMEM ഡിവൈഡഡ് ബൈ 2R എന്ന് വരും അല്ലെ? അപ്പൊ C എന്തിന് ഈക്വൽ ആവും? P ഈക്വൽ ആവും. C എന്തിന് ഈക്വൽ ആവും? P ഈക്വൽ ആവും. ഇനി ഓർബിറ്റൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താ? റൂട്ട് ഓഫ് GME ഡിവൈഡഡ് ബൈ R. അപ്പൊ ഓർബിറ്റൽ വെലോസിറ്റി എന്തിന് ഈക്വൽ ആവും? Qന് ഈക്വൽ ആവും. അപ്പൊ ആൻസർ ഏത് വരും? AS, BR, CP, DQ. ഓപ്ഷൻ D is the right answer. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 13. The orbit of geostationary satellite is circular. The time period of satellite depends on mass of the satellite, mass of the earth, radius of the orbit, height of the satellite from the surface of the earth. ഇതിന്റെ ഇതിനെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഒരു ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റിന്റെ ടൈം പീരിയഡ് ഡിപ്പെൻഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ അല്ലെ? അപ്പൊ ടൈം പീരിയഡിന്റെ ഇക്വേഷൻ ആദ്യം എഴുതണം. ടൈം പീരിയഡിന്റെ ഇക്വേഷൻ എങ്ങനെയായിരുന്നു? ടൈം പീരിയഡ് ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു അതൊരു ഹൈറ്റ് എച്ചിലാണ് കറങ്ങുന്നതെങ്കിൽ RE പ്ലസ് എച്ച് എന്ന് വരും. 2π ഇൻറ്റു RE പ്ലസ് എച്ച് ഡിവൈഡഡ് ബൈ എന്ത് വരും? V0 അതായത് ഓർബിറ്റൽ വെലോസിറ്റി. ഓക്കെ അല്ലേ? ഇനി എന്ത് ചെയ്യാം? ഈ ഓർബിറ്റൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ ഇട്ട് കൊടുക്കാം. ഓർബിറ്റൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താ? റൂട്ട് ഓഫ് GME എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദി എർത്ത് ഡിവൈഡഡ് ബൈ ഹൈറ്റ് എച്ചിലാണെങ്കിൽ ആ ഒരു ആറിന് എന്ത് കൊടുക്കാം? RE പ്ലസ് എച്ച് എന്നും കൊടുക്കാം. അപ്പൊ ഓർബിറ്റൽ വെലോസിറ്റി VO എന്ത് കിട്ടും?
റൂട്ട് ഓഫ് ജി എം ഇ ഡിവൈഡഡ് ബൈ ആർ ഇ പ്ലസ് എച്ച് എന്ന് എഴുതാം. ഇതിനെ റൂട്ട് മാറ്റി എങ്ങനെ എഴുതാം? ജി എം ഇ ഡിവൈഡഡ് ബൈ ആർ ഇ പ്ലസ് എച്ച് ദ ഹോൾ റേസ് ടു 1/2 എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ഇനി ഇതിനെ ഈ ഇക്വേഷനിൽ കൊണ്ടു കൊടുത്താൽ എന്ത് വരും? 2π ഇൻറ്റു ആർ ഇ പ്ലസ് എച്ച് ഡിവൈഡഡ് ബൈ വി ഒക്ക് വരെ ഇതിട്ട് കൊടുക്കാം. ജി എം ഇ ദ ഹോൾ റേസ് ടു ഹാഫ് ഇൻറ്റു എന്ത് വരും? ഡിവൈഡഡ് ബൈ ആർ ഇ പ്ലസ് എച്ച് ദ ഹോൾ റേസ് ടു ഹാഫ് മുകളിൽ ചെല്ലാം. ആർ ഇ പ്ലസ് ആർ എച്ച് ദ ഹോൾ റേസ് ടു 1/2 എന്ന് വരും. അപ്പൊ ഇക്വേഷൻ എങ്ങനെ മാറുവാടാ? 2π ഇൻറ്റു ആർ ഇ പ്ലസ് എച്ച് ദ ഹോൾ റേസ് ടു 1 1/2 ചെയ്യുമ്പോൾ എന്ത് വരും? 3/2 ഡിവൈഡഡ് ബൈ എന്തെന്ന് വരും? ജി എം ഇ ദ ഹോൾ റേസ് ടു 1/2 എന്ന് വരും. ഇനി ഇവിടുന്ന് പറഞ്ഞ ടൈം പീരിയഡ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ടൈം പീരിയഡ് മാസ് ഓഫ് ദി എർത്ത് എം ഇയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെയോ റേഡിയസ് ഓഫ് ദ ഓർബിറ്റ്, ആ ഓർബിറ്റിന്റെ റേഡിയസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ഹൈറ്റ് ഓഫ് ദി സാറ്റലൈറ്റ് ഫ്രം ദി സർഫസ് ഓഫ് എർത്ത്. കണ്ടോ, ഈ എച്ചിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ലേ? എച്ചിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? ഇവിടെ എവിടെയെങ്കിലും നമ്മൾ എം ഇ എന്നല്ലാതെ വേറൊരു മാസ് കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ സാറ്റലൈറ്റിന്റെ മാസിനെ എന്ത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ലടാ? നമ്മുടെ ടൈം പീരിയഡ് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ആകെ ആരുടെ മാസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നത്? എർത്തിന്റെ മാസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ ആൻസറിൽ എന്ത് വരത്തില്ല? മാസ് ഓഫ് ദി സാറ്റലൈറ്റ് വരത്തില്ല, അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പൊ ആരേക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നത്? 2 വരും, മാസ് ഓഫ് ദി എർത്ത് വരും, റേഡിയസ് ഓഫ് ദി ഓർബിറ്റ് വരും, ഹൈറ്റ് ഓഫ് ദി സാറ്റലൈറ്റ് ഫ്രം ദ സർഫസ് ഓഫ് ദി എർത്ത് വരും. അപ്പൊ 2ഉം 3ഉം 4ഉം ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ആൻസർ വരും. അപ്പൊ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ ഡി, 2, 3 and 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 40. The orbital velocity of a satellite close to the surface of the earth is v. Orbital velocity ഒരു സാറ്റലൈറ്റിന്റെ orbital velocity v ആണെന്ന് തന്നിട്ടുണ്ട്. If the satellite starts orbiting at an altitude of thrice the earth radius. അപ്പൊ സർഫസ് ഓഫ് ദി എർത്തിന് ചുറ്റും അതിന് ക്ലോസസ്റ്റ് ആയിട്ടുള്ള orbital velocity ഈ v എന്ന് തന്നിട്ടുള്ളത്. നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്തുവാ? എർത്തിന്റെ റേഡിയസിന് 3 times ആൾട്ടിറ്റ്യൂഡിലാണ് അത് നിൽക്കുന്നതെങ്കിൽ ഉള്ള orbital velocity എന്ത് ചെയ്യണ്ടേ? നമ്മൾ കണ്ടുപിടിക്കണം. ആദ്യം നമുക്ക് ഓർബിറ്റൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ എഴുതാം. വി ഒ ഈസ് ഈക്വൽ ടു എന്താ ഇക്വേഷൻ? റൂട്ട് ഓഫ് ജി എം ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എച്ച്. ഇതല്ലേ ഇക്വേഷൻ? ക്ലോസ് ടു ദ സർഫസ് ഓഫ് എർത്ത് ആണ് ഫസ്റ്റ് കേസ്. ക്ലോസ് ടു ദ സർഫസ് ഓഫ് എർത്ത് എന്ന് പറയുമ്പോൾ അവിടെ എച്ചിന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ ഫസ്റ്റ് കേസിലെ ഓർബിറ്റൽ വെലോസിറ്റി വി ഒ ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? റൂട്ട് ജി എം ഡിവൈഡഡ് ബൈ ആർ എന്ന് എഴുതാം. റൂട്ട് ഓഫ് ജി എം ഡിവൈഡഡ് ബൈ ആർ എന്ന് എഴുതാം. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു ആൾട്ടിറ്റ്യൂഡ് 3 times ദ റേഡിയസ് ഓഫ് ദി എർത്ത് ആൾട്ടിറ്റ്യൂഡിലാണ് എന്ത് ചെയ്യുന്നത്? ഇപ്പൊ സാറ്റലൈറ്റ് ഓർബിറ്റ് ചെയ്യുന്നെങ്കിലുള്ള ഓർബിറ്റൽ വെലോസിറ്റിയെ കണ്ടത്. അപ്പൊ അറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാന്ന് തന്നിട്ടുണ്ട്? ത്രൈസ് ദ റേഡിയസ് ഓഫ് ദി എർത്ത് എന്ന് തന്നിട്ടുണ്ട്, അതായത് 3r എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ വി ഒയുടെ ഇക്വേഷൻ എന്താവും? ഓർബിറ്റൽ വെലോസിറ്റി വി ഒ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ജി എം ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എച്ചിന് പകരം എന്തിട്ട് കൊടുക്കാടാ? 3r ഇട്ട് കൊടുക്കാം, 3r. അപ്പൊ വി ഒ ഈസ് ഈക്വൽ ടു എന്ത് വരും? റൂട്ട് ഓഫ് ജി എം ഡിവൈഡഡ് ബൈ ആർ പ്ലസ് 3r എത്ര വരും? 4r എന്ന് വരും. ഓക്കെ അല്ലേ? എനിക്ക് ഇതിനെ എങ്ങനെ എഴുതാം? വി ഒ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ജി എം ബൈ 4r അല്ലേ? ഈ 4നെ ഈ പുറത്തെടുത്ത് എന്ത് വരും? 1/2 എന്ന് എടുത്തില്ലേ? 1/2 ഇൻറ്റു റൂട്ട് ഓഫ് ജി എം ബൈ ആർ എന്ന് വരും അല്ലേ? ഇനി പറഞ്ഞേ, ഈ ജി എം ബൈ ആറിന്റെ വാല്യൂ അല്ലേ ഈ v0 എന്തെന്ന് തന്നിട്ടുള്ളത്? ഫസ്റ്റ് കേസിൽ വി എൻ തന്നിട്ടുള്ളത്. അപ്പൊ എനിക്ക് ഈ റൂട്ട് ഓഫ് ജി എം ബൈ ആറിന് വരെ ഇവിടെ എന്തിട്ട് കൊടുക്കാം? വി ഇട്ട് കൊടുക്കാം. അപ്പൊ പുതിയ ഓർബിറ്റൽ വെലോസിറ്റി വി ഒ ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? 1/2 ഇൻറ്റു വി എന്ന് കിട്ടും. അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം? v/2 എന്ന് എഴുതാം. ഓക്കെ അല്ലേ? അപ്പൊ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ എ, v/2 ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 50. The figure shows the motion of a planet around the sun in an elliptical orbit with sun at the focus. The shaded areas A and B shown in the figure can be assumed to be equal. If T1 and T2 represent the time for the planet to move from A to B and D to C respectively, then അതായത് ഇവിടെ എന്ത് ചെയ്തു? 2 ട്രയാങ്കിൾ നമുക്ക് കൺസിഡർ ചെയ്തൂടെ? 2 ഏരിയ ഉണ്ട്. ഇവിടെ ഉള്ള ഇതിപ്പോ പോയിന്റ് എ ആണെങ്കിൽ എ ഡി സി എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. ഇത് എ ഡാഷ് നോക്കാം. അപ്പൊ എ ഡാഷ് ഡി സി എന്ന് പറയുന്നൊരു ഏരിയ ഉണ്ട്. പിന്നെ എന്തുണ്ട്? എ ഡാഷ് ബി എന്ന് പറയുന്നൊരു ഏരിയ ഉണ്ട്. ഈ 2 ഏരിയ എന്താന്ന് പറഞ്ഞിട്ടുണ്ടടാ? ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 2 ഏരിയ എന്താന്ന് പറഞ്ഞിട്ടുണ്ട്? ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 2 ഏരിയ ഈക്വൽ ആണെങ്കിൽ അവിടുത്തെ ടൈം പീരീഡ് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. കാരണം എന്താ? ഏരിയൽ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്ലാനറ്റിന്റെ ഏരിയൽ വെലോസിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് തന്നെ
ഏരിയ സെയിം ആകുമെങ്കിൽ എന്ത് കോൺസ്റ്റന്റ് ആവും? അവിടുത്തെ ടൈം പീരീഡ് എന്താവണം? സെയിം ആവണം. അപ്പൊ ഇത് T1 ഇത് T2 ആണെങ്കിൽ ഏരിയ സെയിം ആയതുകൊണ്ട് തന്നെ T1 എന്തിന് ഈക്വൽ ആവണോടാ? T2 ഈക്വൽ ആവണം. അപ്പൊ ആൻസർ ചെയ്ത ഒരു ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ.